നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിബിൽ. ചങ്സ് കിച്ചൺ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ ദമ്മിട്ടിട്ട് പൊള്ളിച്ചെടുത്ത് നോക്കാം. നമുക്ക് അതിന്റെ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെ നോക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് പോകും മുന്നേ നമ്മളെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൂടെ ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി അത് ഉണ്ടാക്കാൻ നോക്കാം. നമ്മളെ ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഒരു ചിക്കന് നമ്മളെടുത്തത് 6 പീസാക്കിയിട്ട് കട്ട് ചെയ്യുക ചെയ്തത്, എന്നാലേ നമ്മൾ ആ ഒരു പാത്രത്തിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 6 പീസാക്കി. ഇനിയിപ്പോൾ മസാല അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് വരട്ടെടുക്കണം. പിന്നെ അതൊന്ന് ലൈനിട്ട് എടുക്കാം നമുക്ക്. ഇനിയിത് അടുപ്പിച്ച് വരട്ട് കൊടുക്കാം, എന്നാൽ മാത്രമേ അതിൻ്റെ നമ്മൾ മസാല പീസ് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൽ പിടിച്ച് കിട്ടുള്ളൂ. നമ്മൾ ആവിയിലല്ലേ വേവിക്കണത്, അപ്പോൾ മസാലയിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആഴത്തിൽ ലൈനിട്ട് കൊടുക്കണം. നമ്മളെ ചിക്കന് നല്ലപോലെ വരട്ട് എടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ അതിലേക്ക് മസാല നമ്മൾ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, മുളക് പൊടി നമ്മൾ യൂസ് ചെയ്ത് കാശ്മീരിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മളെ വറ്റൽമുളക് വറുത്ത് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ രുചിയുടെ മെയിൻ സംഭവം. പിന്നെ ഒരു ചെറുനാരങ്ങ. പിന്നെ അത് മിക്സ് ചെയ്യാം നമുക്ക്. അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതിക്ക് ഗരം മസാല. ഇങ്ങനെ ഓരോന്ന് വെച്ച് എടുക്കണമെന്നല്ല, അതെല്ലതും കൂടി നമുക്ക് മിക്സ് ചെയ്താൽ മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഓയിലും കൂടി കൂട്ടണം. നല്ലപോലെ മിക്സ് ചെയ്യാം. വറ്റൽമുളക് പൊടിച്ചത് നമുക്ക് പിന്നെ അവസാനം ഒന്ന് സെറ്റായതിന് ശേഷം ഒന്ന് വിതറിട്ട് പൊടിച്ചാൽ മതി. ഇനി അതിൽ കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ചെറുനാരങ്ങ ഒന്ന് പിഴിയാം. കുരുണ്ടി ഒഴിവാക്കട്ടോ. നമ്മുടെ നീരില്ലാത്തതുകൊണ്ടാണ് ഒരു ചെറുനാരങ്ങ എടുത്തത്. നീരുണ്ടെന്നുണ്ടെങ്കിൽ അരപ്പുളിയൊക്കെ മതി. ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ടൈറ്റാക്കി എടുക്കാം. ഓക്കെ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വറുത്ത് പൊടിച്ച് വെച്ച വറ്റൽമുളക് കൂടിയും ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളകാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. രാവിലെ ആ പുള്ളിഞ്ഞ് വരുമ്പോൾ അത് വേറെ ലെവൽ തന്നെ സംഭവം. അപ്പം നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ച ചിക്കനിക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമ്മളെ ചിക്കനിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. ആ ലൈനിൻ്റെ ഉള്ളിലും എല്ലായിടത്തും മസാല കൊടുക്കാം. പിന്നെ നമുക്ക് ഓരോ പീസായിട്ട് വെച്ച് നമുക്ക് നമ്മളെ രണ്ടാമത്തെ പീസിൽ ഇതേപോലെ തന്നെ നല്ലപോലെ മസാല പിടിപ്പിക്കാം. ആ വറ്റൽമുളകാണ് ഇതിൻ്റെ ടേസ്റ്റ്. അത് പിന്നെ ആവർത്തിച്ച് പറയണമെന്ന് വെച്ചാൽ ആ സാധനം നമുക്ക് വേണം, നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാ പീസും നല്ലപോലെ തന്നെ മസാല പൊട്ടിയെടുത്തിട്ട് ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട് കനലാക്കാണ്ട്. അപ്പോൾ അതിലേക്ക് നോക്കാം നമുക്ക്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളെ ചിരട്ടും ചകിരിയൊക്കെ നല്ലപോലെ കത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കനലാവുന്ന സമയം കൊണ്ട് നമുക്ക് ആ ദമ്മൊന്നും ഉണ്ടാക്കിയെടുക്കണം. ചട്ടിയുടെ ആ അരുവിക്കൂടെ ഇങ്ങനെ വെക്കാൻ നമുക്ക് ദമ്മ് ഉണ്ടാക്കണം. അപ്പോൾ അത് നമ്മളെ സാലി ഉണ്ടാക്കിക്കോളും. സാലി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഇത് കനലാക്കി എടുക്കാം.
ഇത് നമ്മൾ ദം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നല്ലപോലെ വെള്ളം പാർന്നാണ്ട് നമ്മളൊരു മാവ് രൂപത്തിൽ കുഴച്ചെടുക്കാം. നമ്മൾ ദമ്മിടാലെ കനൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചട്ടിയിൽ കിഞ്ഞ് ചിക്കനൊക്കെ ഒന്ന് വെക്കാം. നമ്മൾ ചട്ടിക്ക് ആദ്യം നമ്മൾ ഈ അലൂമിനിയത്തിൻ്റെ ഫോയിലൊന്ന് വെക്കാം. എന്നാൽ പിന്നെ ചൂട് കയറിയാലും കരിഞ്ഞു പോകാനുള്ള ചാൻസ് കുറയും. എന്നിട്ട് നമ്മളൊരു വാഴയില ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇത് വെക്കാം. കുറച്ച് ഓയിൽ ഇലയിൽ പിടിക്കാതൊക്കെ വേണ്ടിയിട്ട് കുറച്ചാക്കിയിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇത് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് എല്ലാ ഭാഗത്തും ആക്കിയാൽ മതി. ആ ഇലയിൽ ഒട്ടി പിടിക്കാതൊക്കെ വേണ്ടിയിട്ടാക്കാം. നമ്മൾ നേരത്തെ മസാല സെറ്റാക്കി വെച്ച ചിക്കന് ഓരോന്നായിട്ട് വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നിൻ്റെ പുറത്തായിട്ട് വെക്കാതൊക്കെ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ അത് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്കിതൊന്ന് ദമ്മിട്ടെടുക്കണം. ദം നമ്മളെ സാരി ഇട്ടോളാം റെഡി ആക്കിയിട്ടുണ്ടല്ലോ. ഇത് നമ്മളതിൻ്റെ ആ എയർ പുറത്തേക്ക് പോകാതൊക്കെ വേണ്ടിയിട്ടാട്ടോ. എന്നാലേ ഫുള്ള് പ്രഷറിൽ ഒരു പ്രഷർ കുക്കറിൻ്റെ പോലെ തന്നെ ആ ആവിയിൽ നമ്മളെ ചിക്കൻ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ദമ്മിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ടൊമാറ്റോ തക്കാളി ഇതേപോലെ കട്ട് ചെയ്തത് നമുക്കിത് സെൻറ്ററിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല. ഇത് നമ്മളൊരു ഇതിൽ കട്ട് ചെയ്തെന്നുള്ളൂ. ശേഷം ഒരു ഓക്കെ ഒരു നാരങ്ങ കൂടി കട്ട് ചെയ്തത് ഉള്ളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ അപ്പം ഇനി നമുക്ക് അടച്ചൂടെ? ഓക്കെ. അപ്പോൾ നമ്മളിനി ഇത് ദമ്മിട്ട് വെച്ചിട്ട് നമ്മൾ അടപ്പ് വെച്ചിട്ട് ഇത് നല്ല ടൈറ്റാക്കി അടക്കുകയാണ്. എയറൊന്നും ഇനി പുറത്തേക്കില്ല. കാരണം നമ്മൾ ഇത് വെച്ചിട്ടേ ആവിയിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളും. പിന്നെ ഇത് നമ്മളെ അടുപ്പിൽ വെക്കല്ലേ? ഓക്കെ. അവിടെ കിട്ടാം. അപ്പോൾ നമ്മൾ ദമ്മിട്ട് നമ്മളെ പാത്രത്തിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് ഈ കനൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ അടപ്പിൻ്റെ മുകളിലേക്ക്. എന്നാലേ ആ പ്രഷർ താഴത്തേക്ക് അതേപോലെ വരുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിൽ കനലിട്ടിട്ട് ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തിന് അടിയിൽ ചെറുതായിട്ട് നമുക്കൊന്ന് കത്തിക്കണം. എന്നാൽ മാത്രം അടിയിൽ നിന്ന് മുകളിൽ കൂടിയുള്ള പ്രഷറിൽ ആ ആവിയോട് നമ്മളെ ചിക്കൻ വെന്ത് കിട്ടുള്ളൂ. പിന്നെ അടിയിൽ ചെറുതായിട്ട് കത്തിക്കാം. അപ്പം നമ്മൾ അടുപ്പ് അത്ര തീ കത്തിയാൽ മതി. ഓവറായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. നമ്മുടെ സംഭവം നല്ലപോലെ വെന്തിട്ടുണ്ട്. കനലൊക്കെ പോയി നല്ല വേവായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ദമ്മിൻ്റെ മുകളിലത്തെ കനലൊന്ന് മാറ്റിയിട്ട് നമ്മളിത് അപ്പുറത്തേക്കൊന്ന് വാങ്ങിക്കും. ബാക്കി നമുക്കിനി വാങ്ങിക്കുമ്പോൾ ശരിയാക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ദമ്മൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഇനി ഒന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് സംഭവം. നമ്മൾ
നോക്കി നോക്കാം എന്താ സംഭവം. അതൊക്കെ വരുന്നുണ്ട്. കൈ പൊള്ളാതെ നോക്കണം. നല്ല പ്രഷറിൽ നിൽക്കാവും. അയ്യോ സാധനത്തിൻ്റെ സ്മെല്ല് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. നമ്മളാ വാഴയിലയുടെയും ആ ചിക്കൻ്റെ ഒക്കെ സ്മെല്ല് നല്ല പോലെ വെന്തിട്ടുണ്ട്. അത് കണ്ടില്ല. നമുക്കിതാ ഇലയ്ക്ക് നോക്കണം. നമ്മളതിൽ നിന്ന് ഊർന്ന വെള്ളം തന്നെയാണ് അതിൽ കാണുന്നത് കേട്ടോ, ആ ഗ്രേവി. നമുക്ക് നമ്മൾ ഇലയ്ക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ദം ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വേറെ ആളെയും വിളിച്ചിട്ടൊന്നുമില്ല. കാരണം കൊറോണ ഒക്കെ ആണല്ലോ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കുറച്ച് ഇതിലാണ്. അപ്പോൾ എല്ലാവരും സ്വന്തം സേഫ്റ്റി നോക്കുക. പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് മാസ്കും ഗ്ലൗസൊക്കെ ഉപയോഗിക്കുക. വീട്ടിൽ വരുമ്പോൾ കൈയൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴിക്കാൽ നമ്മൾ സ്വന്തം നോക്കിയാൽ തന്നെ നമ്മളെ വീട്ടിലുള്ളവർക്കും പുറത്തൊക്കെ ഇത് ഏകദേശം നമുക്കൊക്കെ നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ വേറെ ആരും ടെസ്റ്റ് ചെയ്യാൻ ഞാൻ തന്നെ നോക്കിയിട്ട് എങ്ങനെയുണ്ട് സംഭവം പറയാം. ഇത് സ്മെല്ല് തന്നെ അടിപൊളിയാണ്. ഒരു വെറൈറ്റി ദമ്മിലിട്ടുകൊണ്ട് എങ്ങനെയുണ്ട് നമ്മൾ നോക്കി നോക്കാം. അത് നമ്മൾ അതിൻ്റെ ഗ്രേവി തന്നെയാണ് കേട്ടോ. ആവിൽ പൊളിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ആ ഗ്രേവി തന്നെയാണ്. സംഭവം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ കഴിച്ചിട്ടില്ലാത്ത രുചി വേറെ ലെവൽ തന്നെയാണ് സംഭവം. കണ്ടില്ലേ, ചിക്കനൊക്കെ അതുപോലെ നല്ലതായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. വേവാന്നൊന്നുമില്ല. പിന്നെ അതിൻ്റെ നമ്മൾ പുറത്തിട്ട് ആ ചെറുനാരകയുടെ ഫ്ലേവറും അതൊക്കെ വേറെ ലെവലിൽ ടേസ്റ്റിനാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് കണ്ടിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നില്ല. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തില്ല ബെല്ലൈക്കൺ ഉള്ള ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നു. അപ്പോൾ ഇനി ഒരു വെറൈറ്റി പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് തിന്ന് തീർക്കട്ടെ.